ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ്, ബെവ്കോ, VFA എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 10th പ്രിലിംസ് ജൂലൈ 18-ന് നടക്കാൻ പോവുകയാണ്. എല്ലാവർക്കും തന്നെ എന്താണ് 18-ാം തീയതി പരീക്ഷയുള്ളവർക്ക് എന്തുണ്ടാകും, ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവും അല്ലേ? പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ട് പഠിച്ച് ഈ വർഷം തന്നെ ഒരു ജോലിയിൽ കയറുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മളിൽ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് നിറവേറ്റുക. ഓക്കെ, ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക. ഓക്കെ, അപ്പോൾ 2025-ലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ വരെ കറണ്ട് അഫയേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? നോക്കിക്കേടാ. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏത് പാർക്കാണ്? ക്വാണ്ടം വാലി ടെക് പാർക്ക്. ക്വാണ്ടം വാലി ടെക് പാർക്ക് നിലവിൽ വരുന്നത് അമരാവതിയിലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ അമരാവതി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് അല്ലേ? അപ്പൊ ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ എന്ത് നിലവിൽ വരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. നെക്സ്റ്റ് നോക്കിയേ, ഇന്ത്യയിലെ ആദ്യ എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്, നമുക്കറിയാം. ഇന്ത്യ, കേരളം അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ്. എവിടെയാണ്? ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് എന്ത് നിലവിൽ വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റാ സെന്റർ പാർക്ക്. ഓക്കെ, AI ഡാറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതായത് ഈ അടുത്തിടെ 2025-ല് ഒരു അപൂർവ ഗ്രൂപ്പിനെ കണ്ടെത്തിയായിരുന്നു, രക്തഗ്രൂപ്പിനെ കണ്ടെത്തിയായിരുന്നു. ആ ഗ്രൂപ്പാണ് CRIB ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ രക്തഗ്രൂപ്പിന്റെ പേരാണ് CRIB ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് എവിടെയുള്ള ആൾക്കാരിലാണ് ഇത് കണ്ടെത്തിയതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ CRIB ഗ്രൂപ്പ് എന്ന അപൂർവ ഗ്രൂപ്പ് കണ്ടെത്തിയത് കർണാടകയിലെ കുറച്ച് മനുഷ്യരിലാണ് കേട്ടോ. കർണാടകയിലെ ചില ആൾക്കാരിലാണ് CRIB ഗ്രൂപ്പ് എന്ന അപൂർവ ഗ്രൂപ്പ് കണ്ടെത്തിയത്. അത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത കാലത്ത് തകർന്നു വീണ ഗംഭീര പാലം പേര് പോലെയല്ല, അത് തകർന്നു വീണു അല്ലെ? അത് എവിടെയാണ് ഗംഭീര പാലം എന്ന് പറയുന്നത്? ഗുജറാത്ത്. കുറച്ചു പേരൊക്കെ മരണമടഞ്ഞ ഒരു സംഭവമായിരുന്നു ഗംഭീര പാലം തകർന്നു വീണ്. ഓക്കെ, അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഭീര പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. അമേരിക്കയിലെ ഡിസ്നിലാൻഡ് മാതൃകയിൽ ഇന്ത്യയിൽ നിലവിൽ വരുന്ന തീം പാർക്ക് ഏതാണ്? അമേരിക്കയിലെ ഡിസ്നിലാൻഡ് മാതൃകയിൽ ഇന്ത്യയിൽ നിലവിൽ വരുന്ന തീം പാർക്ക് ഏതാണ്? മനേസർ ആണ്. മനേസർ എവിടെയാണ്? മനേസർ ഹരിയാന. മനേസർ എവിടെയാണ്? ഹരിയാനയിലാണെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ അമേരിക്കയിലെ ഡിസ്നിലാൻഡ് മാതൃകയിൽ ഇന്ത്യയിൽ നിലവിൽ വരുന്ന തീം പാർക്ക് ഏതാണ്? മനേസർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതാണ്? യാക്ടൺ ആണ്. യാക്ടൺ എവിടെയാണ്? സിക്കിമിലാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം എന്ന് പറയുന്നത് യാക്ടൺ ആണ്, സിക്കിം. അടുത്തത്, വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ ഓണക്കാലത്ത് 100 കോടി വിറ്റുവരവ് ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിന്റെ പേരാണ് എനിക്കും വേണം ഖാദി. എന്താണ്? എനിക്കും വേണം ഖാദി. ഒരു ക്യാമ്പയിൻ ആണ്. എന്ത് ക്യാമ്പയിൻ ആണ്? വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ ഓണക്കാലത്ത് 100 കോടി വിറ്റുവരവ് ലക്ഷ്യമിട്ട്, എത്ര കോടിയാണ്? 100 കോടി വിറ്റുവരവ് ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ക്യാമ്പയിൻ ആണ് എന്ന് പറയുന്നത് എനിക്കും വേണം ഖാദി എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഗരീബി മുക്ത് ഗാവ് യോജന നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഏതാണ്? ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഗരീബി മുക്ത് ഗാവ് യോജന നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനിലാണ്. ഓക്കെ, രാജസ്ഥാൻ. അടുത്തിടെ മൻമോഹൻ സിംഗിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റി. അടുത്തിടെ നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റി ആണ്. ഏതാണ്? ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റി ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തത് ഒരു ഓപ്പറേഷൻ ആണ്. എന്താ ഓപ്പറേഷൻ ആണ്?
സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ നമ്മുടെ വിജിലൻസ് നടത്തിയ പരിശോധന, സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽ. ഏതാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽ എന്നുള്ളത്? സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയ്ക്ക് പറയുന്നതാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽ. ഓപ്പറേഷൻ ക്ലീൻ വീൽ. അടുത്ത് നോക്കിക്കേ, അടുത്തിടെ ശക്തമായ സ്ഫോടനം ഉണ്ടായ സിഗാച്ചി ഫാർമസി കമ്പനി, ഒരു ഫാർമസി കമ്പനിക്ക് തീപിടിച്ച് ഒട്ടനവധി പേര് മരിക്കുകയുണ്ടായി. ആ സ്ഫോടനം നടന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ് കേട്ടോ. അപ്പോ അടുത്തിടെ ശക്തമായ സ്ഫോടനം ഉണ്ടായ സിഗാച്ചി ഫാർമ കമ്പനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണെന്ന് ഓർക്കുക. ഇതിനടുത്തത്, ഗർഭിണിയാകുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രസവ ചിലവിനും ശിശുപരിപാലനത്തിനും പ്രതിഫലം നൽകുന്ന ഒരു രാജ്യമുണ്ട്. അത് ഏത് രാജ്യമാണ്? റഷ്യയാണ്. റഷ്യ. എന്താണ്? ഗർഭിണിയാകുന്ന വിദ്യാർത്ഥിനികൾക്ക് അവർക്ക് പ്രസവ ചെലവിനും അതുപോലെ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിഫലം നൽകുന്നു. ഏത് രാജ്യമാണ്? റഷ്യയാണ് കേട്ടോ. റഷ്യ. അടുത്ത് നോക്കിക്കേ, പിണ്ട മുഖർജിയാന എന്താണ്? ഇതൊരു തരം സസ്യമാണ്. എവിടെ കണ്ടെത്തി? അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ അപൂർവ ഇനം സസ്യമാണ് പിണ്ട മുഖർജിയാന. പിണ്ട മുഖർജിയാന എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ ഒരു സസ്യമാണെന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ. അടുത്തത്, പെൻഷൻ ഔദാര്യമല്ലെന്നും ഭരണഘടനാപരമായ അവകാശമാണെന്നും പ്രഖ്യാപിച്ച കോടതി ഏതാണ്? എന്താണ്? പെൻഷൻ ഔദാര്യമല്ലെന്നും ഭരണഘടനാപരമായ ഒരു അവകാശമാണെന്നും പ്രഖ്യാപിച്ച കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. ഏത് കോടതിയാണ്? സുപ്രീം കോടതിയാണ്. അടുത്തത്, ദേശീയ സുരക്ഷാ പ്രസക്തി കണക്കിലെടുത്ത് സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണ്? എന്താണ്? ദേശീയ സുരക്ഷാ പ്രസക്തി കണക്കിലെടുത്ത് സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണ്? ബിത്രയാണ്. ബിത്ര. ഏത് ദ്വീപാണത്? ബിത്ര ദ്വീപാണ് കേട്ടോ. ഓക്കെ. അടുത്ത് നോക്കിക്കേ, തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനായിട്ട് നിലവിൽ വന്ന ഒരു AI സംവിധാനമുണ്ട്. അതിന്റെ പേരാണ് ശുചിത്വ AI എന്ന് പറയുന്നത്. എന്താണ്? ഇവിടെ എഴുതാം, ശുചിത്വ കേട്ടോ. ശുചിത്വ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനായിട്ട് നിലവിൽ വരുന്ന AI സംവിധാനത്തിന്റെ പേരെന്താണ്? ശുചിത്വ AI എന്നാണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ആദ്യം പോലെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് വരുന്നത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റാ സെന്റർ പാർക്ക് വരുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ്. ദെൻ അപൂർവ ഇന രക്തഗ്രൂപ്പ് അല്ലെ അടുത്തിടെ കണ്ടെത്തി CRIB രക്തഗ്രൂപ്പാണ്. അത് എവിടെയുള്ളവരിലാണ് കണ്ടെത്തിയത്? ഏത് സംസ്ഥാനത്ത്? കർണാടകയിലാണെന്ന് നോക്കുക കേട്ടോ. ഇതിന് അടുത്ത കാലത്ത് തകർന്നു വീണ ഗംഭീര പാലം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. ഇതിന് അമേരിക്കയിലെ ഡിസ്നിലാൻഡ് മാതൃകയിൽ ഇന്ത്യയിൽ നിലവിൽ വരുന്ന തീം പാർക്കിന്റെ പേരാണ് മനേസർ. അത് എവിടെയാണെന്ന് വെച്ചാൽ മനീസറിലാണ് നിലവിൽ വരുന്നത്. ഹരിയാനയിലാണെന്ന് നോക്കുക കേട്ടോ. ഇതിന് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം യാക്ടൺ, സിക്കിം. വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ ഓണക്കാലത്ത് 100 കോടി വിറ്റുവരവ് ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് എനിക്കും വേണം ഖാദി. ഇത് ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഗരീബി മുക്ത് ഗാവ് യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഇതിന് അടുത്തിടെ മൻമോഹൻ സിംഗിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റിയാണ് ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റി. ദെൻ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ വീൽ എന്നുള്ളതാണ്. അടുത്തിടെ ശക്തമായ സ്ഫോടനം ഉണ്ടായ സിഗാച്ചി ഫാർമസി കമ്പനി എവിടെയാണ്? തെലങ്കാനയിലാണ്. ഗർഭിണിയാവുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രസവ ചിലവിനും ശിശു പരിപാലനത്തിനും പ്രതിഫലം നൽകുന്ന രാജ്യമാണ് റഷ്യ. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇന സസ്യം ഏതാണ്? പിണ്ട മുഖർജിയാനയാണ്. പെൻഷൻ ഔദാര്യമല്ലെന്നും ഭരണഘടനാപരമായ അവകാശമാണെന്നും പ്രഖ്യാപിച്ച കോടതിയാണ് സുപ്രീം കോടതി. ദേശീയ സുരക്ഷാ പ്രസക്തി കണക്കിലെടുത്ത് സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണ്? ബിത്ര ദ്വീപാണ്. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനായിട്ട് നിലവിൽ വന്ന AI സംവിധാനത്തിന്റെ പേരെന്താണ്? ശുചിത്വ AI ആണ്. ശുചിത്വ AI. ഓക്കെ, കറണ്ട് അഫയേഴ്സ് എല്ലാം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്താണ് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെ ജോലി വാങ്ങാൻ ശ്രമിക്കുക. ആരും ഉഴപ്പാതിരിക്കുക. നമ്മൾ ഇനി അധികം ദിവസമില്ല പരീക്ഷയ്ക്ക്. ഓക്കെ, 18-ാം തീയതി ഹോൾ ടിക്കറ്റ് വന്നവർക്ക് ഇനി ഒട്ടും സമയമില്ല അല്ലേ? അപ്പോൾ ഉള്ള സമയത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ്, അതുപോലെ കറണ്ട് അഫയേഴ്സ്, മാത്സ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാത്സ് ചെയ്തൊക്കെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കറണ്ട് അഫയേഴ്സിനും പ്രാധാന്യം നൽകുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.
അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.